കിളിക്കൊല്ലൂർ പോലീസ് സ്റ്റേഷനിൽ നിന്ന് രക്ഷപ്പെട്ട MDMA കേസിലെ പ്രതികൾ പിടിയിൽ. കല്ലുംതാഴം സ്വദേശി അജു മൺസൂൺ, ഭാര്യ ബിൻഷ എന്നിവരാണ് പിടിയിലായത്. തമിഴ്നാട്ടിൽ നിന്നാണ് പ്രതികൾ പിടിയിലായത്. വിവരങ്ങളുമായി ദിലീപ് ദേവസി ചേരുന്നു. ദിലീപ്, ഇന്നലെ ഇവർക്കായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു, ഇന്ന് പിടിയിലായിരിക്കുന്നു. റോഷ്നി, ഈ തമിഴ്നാട്ടിലേക്കുള്ള യാത്ര ഒളിച്ച തമിഴ്നാട്ടിലേക്ക് പോകുന്നതിനിടെ തിരുപ്പൂർ വെച്ചാണ് ഇപ്പോൾ ഈ പ്രതികൾ പിടിയിലായത്. അതായത് ഇവർ സഞ്ചരിച്ചിരുന്ന ബസ് തടഞ്ഞു നിർത്തി തോപ്പൂർ, അതായത് തമിഴ്നാട്ടിലെ പോലീസ് സ്റ്റേഷനാണ് തോപ്പൂർ പോലീസും കേരള പോലീസും കിളിക്കൊല്ലൂർ പ്രത്യേക അന്വേഷണ സംഘവും കൂടെ ചേർന്ന് നടത്തിയ തിരച്ചിലാണ് തോപ്പൂർ SI ഈ വാഹനം തടഞ്ഞു നിർത്തി ബിൻഷയെയും ഒപ്പം തന്നെ അജു മൻസൂറിനെയും പോലീസ് പിടികൂടുകയും ചെയ്തത്. കിളിക്കൊല്ലൂർ പോലീസ് സ്റ്റേഷനിൽ MDMAയുമായി പിടികൂടിയ പ്രതിയെ സ്വന്തം ഭാര്യ തന്നെ സ്റ്റേഷന് മുന്നിൽ നിന്ന് എടുത്തുകൊണ്ട്, അതായത് രക്ഷപ്പെടുത്തി കൊണ്ടുപോവുകയായിരുന്നു. സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഓടിയ അജു മൻസൂറിനെ ഭാര്യ സ്കൂട്ടറിൽ നിന്ന് കൊണ്ടുപോകുകയും പിന്നീട് പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിയില്ല. ഇപ്പോൾ കേരളത്തിന് പുറത്ത് തമിഴ്നാട്ടിലെത്തി തിരുപ്പൂരിനുള്ള തോപ്പൂരിൽ വെച്ച് ഈ രണ്ട് പ്രതികളെയും അല്പം മുമ്പാണ് ഈ കേരള പോലീസും ഒപ്പം തമിഴ്നാട് പോലീസും ചേർന്ന് പിടികൂടിയ. ഇവരെ കേരളത്തിൽ എത്തിക്കുകയും ചെയ്യും. നാളെയോട് കൂടെ തന്നെ കേരളത്തിൽ എത്തിക്കുമെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചാടിപ്പോയ പ്രതിയും ഒപ്പം ഭാര്യയെയും പോലീസ് പിടികൂടിയിരിക്കുന്നു. റോഷ്നി, ദിലീപ്, പോലീസിന്റെ നേരിട്ടുള്ള അന്വേഷണത്തിൽ തന്നെ വിവരങ്ങൾ ലഭിച്ചതാണോ അതോ പോലീസിനെ ആരെങ്കിലും സഹായിച്ചോ? ഇവരെ തിരിച്ചറിഞ്ഞ് വിവരങ്ങൾ കൈമാറുകയോ മറ്റോ എങ്ങനെയാണ് പോലീസ് ഇവരിലേക്ക് എത്തിയത്? റോഷ്നി, പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട്. പ്രതികൾ തമിഴ്നാട്ടിലേക്ക്, അതായത് അതിർത്തി കടന്ന് പുറത്തേക്ക് പോകാനുള്ള ഒരു സാധ്യത തന്നെ പോലീസ് കണക്കാക്കുകയും ചെയ്തു. ഇതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് തമിഴ്നാട് പോലീസുമായിട്ടുള്ള ഒരു വെഞ്ചർ നടത്തുകയും മാത്രമല്ല ഇവർ തമ്മിൽ ഒരു ഇടപാട് നടത്തിയിരുന്നു. ഫോണിൽ നടത്തിയ ഒരു ഇടപാട്, ആ ഇടപാടിൽ നിന്ന് ഇവർ തമിഴ്നാട്ടിലേക്ക് പോയി എന്ന് സൈബർ സെല്ലിന് വിവരം ലഭിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ തിരുപ്പൂർ വഴി യാത്ര ചെയ്യുന്നുണ്ട് വിവരം ലഭിച്ചത്. തോപ്പൂർ ഭാഗത്തേക്ക് കടന്നപ്പോൾ തോപ്പൂർ SIയുമായി കണക്ട് ചെയ്യുകയും ഒപ്പം തന്നെ ഇവർ സഞ്ചരിച്ചിരുന്ന ബസ്സിൽ തോപ്പൂർ പോലീസ് ഓവർടേക്ക് ചെയ്യുകയും അതിനെ തടഞ്ഞു നിർത്തി ഈ വാഹനത്തിൻ്റെ നേരത്തെ തന്നെ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. ആ ലുക്കൌട്ട് നോട്ടീസിലെ ദൃശ്യങ്ങൾ സഹിതം തോപ്പൂർ പോലീസ് ഇവരെ പിടികൂടുകയും ചെയ്തു. നമുക്കിന്ന് ലഭിച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് അന്വേഷണ സംഘത്തിൻ്റെ ഫോട്ടോയാണ്. ആ ഫോട്ടോ തന്നെയാണ് കിളിക്കൊല്ലൂർ പോലീസിനും അയച്ചു കൊടുത്തത്. അവർ തന്നെയാണ് നമ്മൾക്കിത് തന്നത്. എന്തായാലും കിളിക്കൊല്ലൂർ പോലീസിനും ആശ്വാസമാണ്. പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ നിന്ന്, പോലീസ് സ്റ്റേഷന് അകത്തു നിന്ന് ഇറങ്ങി ഓടിയ പ്രതിയെ 24 മണിക്കൂറിനുള്ളിൽ തന്നെ പോലീസ് ഇപ്പോൾ പിടികൂടി എന്നുള്ളൊരു ആശ്വാസ വാർത്ത പോലീസിനും ആശ്വാസം തന്നെയാണ്. റോഷ്നി, ദിലീപ്, അതായത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് നഷ്ടപ്പെട്ട പ്രതികളാണ്. അതിൽ പോലീസിന്റെ ഭാഗത്ത് വലിയ വീഴ്ചകളുണ്ടായെന്ന പരാതികളൊക്കെ ഉയർന്നിരുന്നു. ഇപ്പോൾ പ്രതികൾ പിടിയിലായെങ്കിലും വലിയ ശ്രദ്ധക്കുറവ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് സംഭവിച്ച ഒരു കാര്യമായിരുന്നല്ലോ ഇത്, അല്ലേ? തീർച്ചയായിട്ടും റോഷ്നി, ആ ഒരു പ്രതിയെ സ്റ്റേഷനിൽ കൊണ്ടുവരുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പാലിച്ചില്ല എന്നുള്ളതിൻ്റെ ഉദാഹരണം തന്നെയാണ് കിളികൊല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിരുന്നത്. അതായത് ഒരു പ്രതിയെ എഴുത്ത് നടപടികൾ നടത്തുന്നു, അവിടെ നിന്ന് പ്രതി ഇറങ്ങി ഓടുമ്പോൾ പാറാവ് നിൽക്കുന്ന പറഞ്ഞതുപോലെ തന്നെ ശ്രദ്ധയില്ലായ്മ പ്രതികൾ രക്ഷപ്പെടുന്നതിലേക്ക് നയിക്കുകയും എന്തായാലും അവരെ ഇപ്പോൾ പിടികൂടിയിട്ടുണ്ട്. ദിലീപാണ് വിശദാംശങ്ങൾ നൽകിയത്.